ഹർഷ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് 2020 വളരെ അപ്രതീക്ഷിതമായി BJP-യിലേക്ക് പോയത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്ന BDJS-ന് 2020-യുടെ അത്ര വിലയില്ല എന്നുള്ളതാണ്. അപ്പോൾ BDJS-ന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോകുന്നു. 2020 അവിടെ വലിയ മെയിൻ ആകാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു കൂറുമാറ്റം, വീണ്ടും ഒരു ചാട്ടമൊക്കെ പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാമെന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും നമുക്കറിയാം 2020 ഇപ്പോൾ BJP-യുമായി ചേർന്നു എന്ന് പറയുമ്പോൾ 2020 വലിയൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വന്നൊരു വാർത്തയുണ്ടായിരുന്നു. 2020യോട് ചേർന്ന് നിന്നിരുന്ന എല്ലാ മുസ്ലിങ്ങളും ഇത്തരത്തിൽ 2020 വിട്ടു പോകുന്നു എന്നുള്ളൊരു വാർത്ത. അത് എത്രത്തോളം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വാർത്തയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രത്തോളം എല്ലാവരും അല്ലെങ്കിൽ പോലും ഒരു വിഭാഗം ആളുകൾ 2020-യിൽ നിന്നും ജാതിമത ഭേദമന്യേ മറ്റു പല പാർട്ടികളിലേക്കും അല്ലെങ്കിൽ മറ്റു പല മുന്നണികളിലേക്കും ചേക്കേറി നമ്മൾ കണ്ടിരുന്നു. 2020 BJP-യുമായി ലയിച്ചതിന്റെ ഉദ്ദേശം രാഷ്ട്രീയ നേട്ടം എന്നതിനേക്കാളുപരി വ്യക്തിപരമായ സാബു എം ജേക്കബിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. കാരണം സാബു ജേക്കബിനെതിരെ ED നോട്ടീസ് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ്, അതിന് തൊട്ട് 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ BJP-യോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം പെട്ടെന്നുണ്ടായത്. അതിനപ്പുറത്തേക്ക് BDJS-നെ കുറിച്ച് നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി BDJS-ന് BJP-യിലുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞു എന്നുള്ളത് ഇതിനു മുൻപ് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണ് BDJS LDF-ലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അച്ഛനോടൊപ്പം തന്നെ മകനും മകന്റെ പാർട്ടിയും ഇനിയിപ്പോൾ LDF-മായി ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ CPM-മായി ചേർന്ന് നിൽക്കുമെന്നൊക്കെ നമ്മൾ പോലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായിരുന്നു രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ പിന്നീട് കൃത്യമായി അങ്ങനെ ഒരു കുറുമാറ്റം ഉണ്ടാകില്ല. BDJS-ന് BJP-യിൽ കൃത്യമായ ഒരു സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരും രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം LDF-ലേക്കുള്ള ഐക്യം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു നേട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കല്ലുകടി BJP-ക്ക് ഉണ്ടായിരിക്കുകയാണ്. SNDP NSS ഐക്യം യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് BDJS-നായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അച്ഛൻ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന SNDP പോലെയുള്ള ഒരു സംഘടന NSS-മായി ലയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐക്യം ചേർന്ന് കഴിഞ്ഞാൽ അത് BJP-ക്ക് ഗുണം ചെയ്യുമെന്നുള്ളൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു BJP-ക്ക്. ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ BDJS-നെ കൊണ്ട് ഇനിയിപ്പോൾ BJP-യിൽ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ BDJS ഉള്ളത് കൊണ്ട് BJP-ക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം BDJS ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന കുറച്ച് സീറ്റുകൾ, അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു BJP-യിൽ. കാരണം BJP-യിൽ രണ്ടാമത്തെ ഒരു പാർട്ടിയായി തന്നെയായിരുന്നു BDJS മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോൾ 2020 വന്നതോടുകൂടി BDJS-നേക്കാൾ കൂടുതൽ തദ്ദേശത്തിൽ കുറച്ചുകൂടി മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ഒരു പാർട്ടി എന്നുള്ള നിലയിൽ 2020-ക്ക് BJP-യിൽ ആവശ്യത്തിന് ഇപ്പോൾ ഒരു എന്താ പറയാ അത്യാവശ്യം ഒരു വിലയും നിലയും ഒക്കെ ഉള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേട്ടം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മുഖം നോക്കാതെയാണ് എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി BDJS-നേക്കാൾ കൂടുതൽ 2020 കൂടെ വേണമെന്ന് BJP-ക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ഹർഷ പറഞ്ഞൊരു കാര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BDJS-നേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം, കൂടുതൽ സീറ്റുകൾ നമ്മുടെ ഈ 2020 ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇവർ BJP-യിലേക്ക് വരുന്നത്. ഇപ്പോൾ സീറ്റുകൾ ഉണ്ടായിരിക്കാം, 2020 ഒരുപാട് സീറ്റുകൾ തദ്ദേശ തരത്തിൽ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ സാബു എം ജേക്കബ് ആയിരുന്നു BJP-യിലേക്ക് വന്നത്. അത് നമ്മൾ ആ സമയത്ത് തന്നെ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയ നേട്ടം എന്നതിനേക്കാൾ ഉപരി സാബു എം ജേക്കബ് എന്ന ബിസിനസ്സുകാരനാണ് അവിടെ വിജയിച്ചത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ 2020 പാർട്ടി BJP-യിലേക്ക് വന്നപ്പോൾ ഒരു വലിയ കുത്തൊഴുക്കാണ് നമ്മൾ കണ്ടത്. പലരും CPM-ലേക്ക് പോകുന്നു, കുറേയധികം പേർ കോൺഗ്രസിലേക്ക് വരുന്നു. 2020 പാർട്ടി രൂപീകരിച്ചത് എന്ന് പറയുന്നത് കുറെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഈ ഇടത് വലത് ഭരണങ്ങൾ മടുത്തുകൊണ്ട് ഒരു ബദൽ വരുന്നു എന്നുള്ള തരത്തിലുള്ള വലിയൊരു നറേറ്റീവോട് കൂടി ഒരു പണ്ട് ആം ആദ്മി പാർട്ടിയൊക്കെ വന്ന അതേ ഒരു ബൂമോട് കൂടി അതെ അഴിമതി രഹിതം എന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു 2020 പാർട്ടി. ഈ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കുറെ മനുഷ്യർ അതിൽ വന്നു ചേരുന്നു. അതിനുശേഷം ഇത് BJP-യിലേക്ക് ലയിക്കുന്നു. ഇത് വന്ന കാലം മുതൽ ആദ്യം മുതൽ പലരും ഉന്നയിച്ചൊരു സംശയമുണ്ട്, ഇതിലെന്തോ കള്ളക്കളി നടക്കുന്നുണ്ട്, ഇതിലെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള സ്വാഭാവികമായ മനുഷ്യന്റെ സംശയം ഇതിലും ഉണ്ടായിരുന്നു. പക്ഷേ സാബു എം ജേക്കബ് നൈസായിട്ട് വന്ന് BJP-യിലേക്ക് കയറിയതോടുകൂടി ഈ അദ്ദേഹത്തിനുള്ള ബിസിനസ് സാധ്യതകൾ കൂടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്രയധികം സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും
ഇപ്പോൾ ഈ BJP-യിലുള്ള സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അനുയായികൾ കുറവാണ്, പ്രവർത്തകർ കുറവാണ്, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കുറവാണ്, സബം ജേക്കബിനെ വിശ്വസിച്ച് കൂടെ നിർത്താൻ സാധിക്കുന്ന മനുഷ്യർ കുറവാണ്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ BDJS-ന്റെ അവസ്ഥയാണെങ്കിലും പോട്ടെ, ഇപ്പൊ 2020-യുടെ അവസ്ഥ ഇങ്ങനെ നിൽക്കുന്നില്ലേ? ഇപ്പോൾ മോദി വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനും അദ്ദേഹത്തിന് മുന്നിൽ പോയി നിൽക്കാനും സബും ജേക്കബിന് ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പാർട്ടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തഴയപ്പെടാവുന്ന ഒരു സ്ഥാനം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. BDJS ഇങ്ങനെ തന്നെയായിരുന്നു. അവർ പോയപ്പോഴും അവരോട് ഇതേ കൂറും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ 2020 വന്നതോടുകൂടി അവിടെ ഒരു റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും അവസ്ഥ അവിടെ ഉണ്ടാകാൻ പോകുന്നത്. BJP-യുടെ ശ്രമം നിങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുക എന്നുള്ളതിനേക്കാൾ അതൊരു വോട്ട് രാഷ്ട്രീയമാണ്. ഇപ്പോൾ BDJS-ൽ നിന്ന് ഒരു വലിയ വിഭാഗം വോട്ട് സമാഹരിക്കുമെന്ന വിശ്വാസത്തോടെയാണ് അവരെ ചേർത്ത് പിടിക്കുന്നത്. അവരെ ഒരു വശത്ത് നിർത്തിക്കൊണ്ടടുത്ത് 2020 പാർട്ടി വരുന്നു. 2020 എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ജാതീയമായ കമ്മ്യൂണിറ്റി അല്ല, അതുപോലെ തന്നെ മറ്റ് അജണ്ടകളുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല. എല്ലാവരും ഒത്തുചേർന്ന് വന്ന മനുഷ്യരാണ്. ഇതിൽ കുറെ പേർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറിയിട്ടുണ്ട്, അതെ, ഇപ്പോൾ CPM-ലേക്ക് പോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ആൾബലം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ BDJS ഇനി BJP-യിൽ നിന്ന് പോവുകയാണെന്ന് തന്നെ വെച്ചു. അതിനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തുകൊണ്ട് BJP-യിലേക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു ആങ്കർ അവിടെ ഇട്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും CP-യിലേക്കോ CPM-ലേക്കോ കോൺഗ്രസിലേക്കോ അവർ പോയാലും ഇല്ല എന്നുണ്ടെങ്കിലും BDJS BJP-യിൽ ഒരു കറിവേപ്പിലയായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റാത്തൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ മേഘ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പത്മഭൂഷൺ ഒരു ആങ്കറായി ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് അല്ലെങ്കിൽ SNDP-ക്ക് ഇട്ടുകൊടുക്കുന്നത് BDJS-നെ എങ്ങനെയും കൂടെ നിർത്താമെന്നുള്ളതാണെങ്കിൽ ഈ പത്മഭൂഷൺ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ BDJS-ഉം ഈ പറയുന്ന SNDP-യും ഒക്കെ തന്നെയും BJP SNDP നമുക്കറിയാം കേരളത്തിൽ CPM-നൊപ്പവും കേന്ദ്രത്തിൽ ഈ പറയുന്ന അധികാരം ആരുടെ കയ്യിലാണുള്ളത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാം എന്നുള്ള ഒരു നീക്കമാണ് SNDP ഇപ്പോൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാബുവും ജേക്കബിന്റെ ഈ ഒരു ചേക്കേറൽ സ്വാഭാവികമായും സീറ്റുകൾ ഒരുപാട് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരിക്കലും BJP-ക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. തകർന്നടിഞ്ഞു കഴിഞ്ഞു. BJP-ക്ക് ഇനി കുറച്ച് വോട്ടുകൾ മാത്രം സമാഹരിക്കുന്ന ഒരു സാധനമായി മാത്രം 2020 മാറുകയാണ്. അവിടെ സബും ജേക്കബ് ഒരുപറ്റ മനുഷ്യരെ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് ഈ പ്രവർത്തകരുടെ തന്നെ രോഷത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനു മുൻപ് തന്നെ പലപ്പോഴായി പലരും ഇത്തരത്തിൽ 2020-യിൽ നിന്നും 2020-യുടെ ആശയങ്ങൾ BJP-യുമായി ചേർന്ന് പോകുന്നുണ്ടെന്നുള്ള സംശയം ഉന്നയിച്ചുകൊണ്ട് പലരും 2020-യിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ തന്നെയും പിന്നീട് ഈ പറയുന്ന നേരത്തെ മേഘ പറഞ്ഞതുപോലെ LDF-ഉം UDF-ഉം അല്ലാതെ മറ്റൊന്ന് അല്ലെങ്കിൽ BJP-യും അല്ലാതെ മറ്റൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ 2020 പിന്നീട് BJP-യുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇറങ്ങി വന്ന പലരെയും 2020 തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെയൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല 2020-യിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഈ പറഞ്ഞു 2020-യിൽ നിന്നും ഇറങ്ങി പോകുന്ന എല്ലാവരും തന്നെയും തങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരല്ല എന്ന് പറയുന്ന കൃത്യമായ ഒരു കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു നീക്കം 2020-യുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഈ സാബുവും ജേക്കബിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ SNDP ഈ പറയുന്ന LDF-ഉമായി ചേർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ CPM-ഉമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്, ഈ പറയുന്ന സമുദായിക നേതാവ് മാത്രം വന്നിട്ടുള്ളൂ, അതിനകത്തുള്ള മറ്റാരും തന്നെയും LDF-ന്റെ രാഷ്ട്രീയം പിന്തുണയ്ക്കുന്നവരല്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ 2020-ൽ സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന സാബുവും ജേക്കബ് മാത്രമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളൂ. അതിന് പിന്നാലെ ആരും തന്നെയും BJP ഇഷ്ടപ്പെട്ടുകൊണ്ട് BJP-യിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചവരല്ല. ഇനിയിപ്പോൾ ഇവർക്ക് തദ്ദേശത്തിൽ സീറ്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ അത്ര പോലും വേരോട്ടം 2020-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ 2020 വിശ്വസിക്കും എന്നുള്ളത് മറ്റൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും BDJS-നെ BJP തള്ളിക്കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട്. കാരണം 2020 വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് പോലും ലഭിച്ചേക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് തദ്ദേശത്തിൽ LDF-ന് സംഭവിച്ച തിരിച്ചടി, അത് തന്നെയായിരിക്കാം നിയമസഭയിൽ BJP-ക്ക് തിരിച്ചടി നേരിടാൻ പോകുന്നത്. BDJS കറിവേപ്പിലയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ BDJS ഇതിലേക്ക് പോകും. അച്ഛൻ CPM-ഉമായി നിൽക്കുമ്പോൾ മകൻ ഇനി കോൺഗ്രസിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.